ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 16 വാക്യം. മത്തായി 25:16 വാക്യം. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു യജമാനൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാർക്ക് പ്രാപ്തി പോലെ ഒരാൾക്ക് 5 താലന്തും ഒരാൾക്ക് 2 താലന്തും ഒരാൾക്ക് 1 താലന്തും കൊടുത്തു. അപ്പോൾ ഇവിടെ കാണുന്നത് 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 2 ഉള്ളവൻ 2 കൂടെ നേടി, അതുപോലെ 1 താലന്തുള്ളവൻ മറച്ചു വെക്കുന്നതായിട്ട്, അവൻ അത് നിലത്ത് കുഴിച്ചിടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, യജമാനൻ തന്റെ ദാസന്മാർക്ക് അവരുടെ പ്രാപ്തി പോലെയാണ് അവർക്ക് താലന്തുകൾ കൊടുത്തത്. നമുക്ക് മനസ്സിലാകുന്നത് 5 താലന്തുള്ളവൻ 5 കൂടെ നേടി എന്ന് പറയുമ്പോൾ അവന്റെ കഴിവിനെ അവൻ വീണ്ടും ഉപയോഗിച്ച് അവൻ അതിൻ്റെ അകത്ത് ഒരു നന്മ കണ്ടെത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ കർത്താവ് പറയുന്ന ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യജമാനൻ 5 കൂടെ നേടിയവനെ അവിടെ അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അവിടെ പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അങ്ങനെ യജമാനന്റെ പ്രീതി നേടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 2 താലന്തുള്ളവനും അങ്ങനെ തന്നെ യജമാനന്റെ പ്രീതി നേടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ 1 താലന്ത് നേടിയവൻ, അവൻ യജമാനന് വേണ്ടി അവന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് യജമാനൻ അവന്റെ ഉള്ള താലന്ത് കൂടെ എടുത്ത് ആ 5 താലന്ത് വീണ്ടും നേടിയവന് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ 1 താലന്ത് നേടിയവൻ അവൻ മറച്ചു വെച്ച് ദുഷ്ടനായ ദാസനെ എന്നാണ് യജമാനൻ വിളിക്കുന്നത്. അവിടെ ഈ മനുഷ്യൻ തൻ്റെ കഴിവുകളെ ഉപയോഗിക്കുന്നില്ല, യജമാനന്റെ മുമ്പിൽ ഒരു പരാജയമായി മാറുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചതെന്ന് മനസ്സിലാക്കുന്നത്, 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടി അവന്റെ താലന്തുകളെ അവൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ യജമാനൻ അവനെ അഭിനന്ദിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത്, ആത്മീക ജീവിതത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ പല മേഖലയിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ എന്ന് പറയുന്നത് നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ചാണ്. ഇവിടെ എല്ലാവർക്കും 5 താലന്ത് കൊടുക്കുന്നില്ല, എല്ലാവർക്കും 2 കൊടുക്കുന്നില്ല, എല്ലാവർക്കും അല്ല 1 കൊടുക്കുന്നു, എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്. മറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒരുത്തന്റെ പ്രാപ്തി പോലെയാണ് അവന് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ദൈവം ഓരോ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന പലതരത്തിലുള്ള താലന്തുകളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകളാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോരുത്തന്റെ പ്രാപ്തി പോലെയാണ്. അവന്റെ പ്രാപ്തി പോലെ അവനുള്ളത് വീണ്ടും അവൻ ഉപയോഗിച്ച് അവൻ നന്മ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ 5 താലന്തുള്ളവൻ 5 കൂടെ നേടി എന്ന് പറയുമ്പോൾ അവന്റെ കഴിവുകളെ അവൻ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ദൈവം അവനെ അഭിനന്ദിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യജമാനൻ അവനെ അഭിനന്ദിക്കുന്നതായിട്ടാണ്. 5 താലന്തുള്ളവൻ വീണ്ടും നേടി, 2 ഉള്ളവൻ വീണ്ടും നേടി, നേടിയവരെ അഭിനന്ദിക്കുന്നു, അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞാൽ തൻ്റെ താലന്തുകളെ ഉപയോഗിക്കുന്നവനാണ്.
അവന് വീണ്ടും ദൈവം അനുഗ്രഹം കൊടുക്കും. അവന് വീണ്ടും കഴിവുകൾ കൊടുക്കും. ഉള്ളവന് വീണ്ടും സമൃദ്ധി കൊടുക്കും. എന്നാൽ ഇല്ലാത്തവന് എന്ന് പറയുന്നത് അവന്റെ ഉള്ളത് അവനിൽ നിന്ന് തന്നെ മാറ്റും. ഒരു താലന്തുള്ളവൻ അവൻ പ്രയത്നിച്ചില്ല, അതുകൊണ്ട് അവന്റെ ആ ഒരു താലന്ത് അവിടുന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകത്തില്ല. അത് നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. എന്നാൽ ഉപയോഗിക്കുന്നവനാണ് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കുന്നത്. വീണ്ടും അധികാരവും വീണ്ടും വിചാരകനാക്കുന്നത് ഉപയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ താലന്തുകളെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അനുഗ്രഹം തന്ന് നമ്മളെ മുന്നോട്ട് വഴി നടത്തും എന്നുള്ളൊരു വലിയ സന്ദേശമാണ്. നമ്മുടെ താലന്തുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദുഷ്ടദാസനായി മാറും. അങ്ങനെ നമ്മളുടെ ഉള്ള കഴിവുകൾ പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രസംഗിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുണ്ടെങ്കിൽ സഹായിക്കേണ്ടതായിട്ടുണ്ട്. നന്മ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഉള്ള കഴിവുകളെ ഉപയോഗിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് നമുക്കറിയാം നല്ല പാട്ടുകൾ പാടുവാനുള്ള കഴിവായിരിക്കും. ചിലർക്ക് മറ്റേതെങ്കിലും മേഖലയിലായിരിക്കും. അപ്പൊ എന്ത് കഴിവുകളുണ്ടോ നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും ദൈവം തരും. 5 താലന്തുള്ളവൻ വീണ്ടും 5 നേടി. അപ്പോൾ അവനെ അധികത്തിൽ വിചാരകനാക്കി. 2 താലന്തുള്ളവൻ വീണ്ടും 2 നേടിയപ്പോൾ യജമാനൻ അധികത്തിൽ വിചാരകനാക്കി. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ള താലന്തുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിനെ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് അധികം അനുഗ്രഹം തന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് വീണ്ടും ഉപയോഗിക്കുന്നതിന് വീണ്ടും സമൃദ്ധി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വന്നു കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് അന്ത്യന്യായവിധിയിൽ കർത്താവ് ഇടത്തും വലത്തും 2 കൂട്ടരെ നിർത്തി ചെമ്മരിയാടുകളും കോലാടുകളും എന്നിങ്ങനെ വേർതിരിച്ച് അവിടെ ഒരു ന്യായവിധി ഉണ്ടാകും. അപ്പോൾ വലത്തുള്ളവരെന്ന് പറയുന്നത് അവർ ദാഹിക്കുന്നവർക്ക് ദാഹജലം കൊടുത്തും വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തും അതുപോലെ തന്നെ തടവിലായിരിക്കുന്നവരെ കണ്ടും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നന്മകൾ ചെയ്തവരായിരുന്നു. രോഗിയായിരുന്നവരെ സന്ദർശിച്ചതായിരുന്നു. ഇങ്ങനെ അവരുടെ താലന്തുകളെ അവർ ആത്മീകമായി ഉപയോഗിച്ചു. അവരുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവരവരുടെ കഴിവുകളെ ഉപയോഗിച്ച് അങ്ങനെ അവർക്ക് വലത്ത് നിൽക്കുവാൻ കഴിയും. അങ്ങനെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ലോകസ്ഥാപനം മുമ്പ് അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന്റെ ആ ഒരു സമയത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ച ആ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ അധികാരം കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവരുടെ താലന്തുകളെ ഉപയോഗിച്ചപ്പോൾ അവർക്ക് സ്വർഗരാജ്യം നേടുവാൻ സാധിച്ചു. ഇടത്തുള്ളവരാകട്ടെ അവർ തങ്ങളുടെ താലന്തുകളെ ഉപയോഗിക്കാത്തവരായോണ്ട് അവർ നിത്യ അഗ്നിയിൽ തന്നെ തള്ളപ്പെട്ടു. ദുഷ്ടൻ മനുഷ്യർക്ക് സമമാരെ ഇടത്തുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്, ചെമ്മരിയാടുകളെ പോലെയുള്ളവർ അവർ വലത്തും കോലാടുകളെ പോലുള്ളവർ അവർ ഇടത്തും, ഇങ്ങനെ 2 ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അന്ത്യന്യായവിധിയിൽ ഇങ്ങനെ തന്നെ ചെയ്യും. ഇനി നമ്മളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയണം. നമുക്കുള്ളതിൽ ഒരു ചെറിയ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും. രോഗിയായിരിക്കുന്നവരെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും നമുക്ക് കഴിയും. ഇങ്ങനെ നമ്മളുടെ താലന്തുകളെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. യേശു ക്രിസ്തു അന്ത്യനാളിൽ നമ്മൾ വിധിക്കപ്പെടേണ്ടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരരുത്.
ആ വലത്തിരിക്കുന്നവരെ പോലെ തങ്ങളുടെ താലന്തുകളെ ഉപയോഗിച്ചതുപോലെ നാം നമ്മളുടെ താലന്തുകളെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ താലന്തുകളെ ഉപയോഗിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനനുസരിച്ച് സമൃദ്ധി തരും, അനുസരിച്ച് അധികമായിട്ട് നമുക്ക് അനുഗ്രഹം തരും. ആ നിത്യമായ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കും. അതുകൊണ്ട് താലന്തുകളെ ഉപയോഗിക്കാത്തവർക്ക് അതൊരു തീരാ നഷ്ടമായി മാറും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുമായിരുന്നു, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ആ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ എടുക്കപ്പെടുവോ, നമ്മൾ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നുവോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ യജമാനൻ ആ തന്റെ സമ്പത്ത് കൊടുക്കുമ്പോൾ താൻ കൊടുക്കുന്ന ആ താലന്തുകൾ അവർ സ്വീകരിച്ചു. പിന്നീട് എപ്പോൾ യജമാനൻ തിരിച്ചു വരുന്നു എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ചില ദൈവിക കരുതലുകളും ദൈവിക താലന്തുകളും. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളുടെ യജമാനനെ പോലെയാണ് ഈ ഉപമയിൽ. ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്ന താലന്തുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ മധ്യാകാശത്ത് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എപ്പോൾ വന്നാലും നമ്മൾ ഉണർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യജമാനൻ എപ്പോൾ തിരിച്ചു വന്നാലും തങ്ങളുടെ താലന്തുകളെ ഉപയോഗിക്കുന്നവരായിരിക്കണം. ആ ഒരു താലന്ത് കിട്ടിയവൻ ദുഷ്ടനായി അത് മറച്ചു വെക്കുന്നവരെ പോലെയല്ല, മറിച്ച് താലന്തുകളെ ഉപയോഗിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് യജമാനൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ഈ താലന്തുകളെ ഉപയോഗിക്കുന്നവൻ അവൻ യജമാനൻ തിരിച്ചു വരുമ്പോൾ ബുദ്ധിമാനായിരിക്കും. അതുകൊണ്ട് നിനയാത്ത സമയത്ത് യജമാനൻ വരും. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ യജമാനന് തുല്യമാണ്. ഇവിടുത്തെ ഉപമയിൽ യേശു നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നമ്മൾ ആത്മീയമായി തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് താലന്തായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും മധ്യാകാശത്ത് വരാം. അപ്പോൾ നമ്മൾ എടുക്കപ്പെടുന്നവരെ പോലെ, ആ വിളക്കിലുള്ള കന്യകമാരെ പോലെ നാം ഉണർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മണവാളൻ എപ്പോൾ വരുമെന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. ഇതുപോലെ നാം ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. അന്ത്യന്യായവിധിയിൽ നാം നമ്മളുടെ താലന്തുകളെ ഉപയോഗിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് അവകാശികളാക്കി മാറ്റണമെന്നതാണ് ഇവിടെ നമുക്ക് തരുന്ന ഈ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ യജമാനന് തുല്യനായ, മണവാളിന് തുല്യമായ ആ കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ മധ്യാകാശത്ത് വന്നു കഴിഞ്ഞാലും അത് എപ്പോൾ വരുമെന്നറിയത്തില്ല, എപ്പോൾ ന്യായവിധി വരുമെന്ന് നമുക്കറിയത്തില്ല. ഏത് സമയം നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ താലന്തുകളെ ഉപയോഗിച്ച് നാം ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ വെളിപ്പെട്ടാലും നമ്മൾ വിളക്കിൽ എണ്ണയുള്ളവരെ പോലെ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടിയെന്ന് പറയുമ്പോൾ നമുക്കുള്ളതിനെ വീണ്ടും ദൈവസന്നിധിയിൽ ഉപയോഗിക്കുവാൻ കഴിയണം. അതുകൊണ്ട് മണവാളനായി ക്രിസ്തു എപ്പോൾ വരുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എപ്പോൾ വന്നാലും നമ്മൾ വിധിക്കപ്പെടാതിരിപ്പാൻ ആ വലത്തുള്ളവരെ പോലെ നമ്മൾ താലന്തുകളെ ഉപയോഗിച്ച് ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ താലന്തുകളെ ഉപയോഗിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു വലിയ സന്ദേശമാണ്. സമൃദ്ധി ഉണ്ടാകും, വീണ്ടും അവർക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.